കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകർ സൃഷ്ടിച്ച ബഹളം കൊണ്ട് ശ്രദ്ധേയമായ വാർത്താ സമ്മേളനം. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഇങ്ങനെ ബഹളം വെച്ചാൽ എനിക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല എന്ന്. നിങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിന് എന്നെ കരുവാക്കരുത് എന്ന്. എന്നിട്ടും നിർത്തിയില്ല മാധ്യമങ്ങൾ. ആരാണ് ചോദ്യം ചോദിക്കുന്നതിൽ കേമൻ? ആ കേമത്തരം കാണിക്കുന്നതിന് വേണ്ടി ക്യാമറ മാധ്യമപ്രവർത്തകന്റെ നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് മാധ്യമപ്രവർത്തകന്റെ കയ്യിലുണ്ട്. ആ മൈക്കിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ശബ്ദം ക്യാമറയിൽ പതിയും. അത് ലൈവിലൂടെ നൽകാനും കഴിയും. ഇതാ എൻ്റെ മാധ്യമപ്രവർത്തകൻ, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ നിശിതമായ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് എന്ന് പ്രേക്ഷകരെ കാണിക്കുന്നതിനു വേണ്ടി UDF-കാരുടെയും BJP-കാരുടെയും കയ്യടി വാങ്ങുന്നതിനു വേണ്ടി മത്സരമായിരുന്നു. പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകർ, ഒരു മാധ്യമപ്രവർത്തകനല്ല, ഒന്നിലധികം മാധ്യമപ്രവർത്തകരാണ് ഒരു ചാനലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയത്. ആ മാധ്യമപ്രവർത്തകരുടെ മുഖത്തേക്ക് ആ മാധ്യമ സ്ഥാപനത്തിന്റെ ക്യാമറയുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു, ചോദ്യങ്ങൾ ചോദിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന്. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം എന്തിനാണ്? ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ ചോദ്യശരത്തിൽ മുഖ്യമന്ത്രിയെ കുടുക്കി എന്നൊക്കെ വാർത്തകൾ കൊടുക്കണം. ആരുടെ കയ്യടി നേടാൻ? കോൺഗ്രസിന്റെ, UDF-ന്റെ, BJP-യുടെ കയ്യടി നേടാൻ. അതിനായിരുന്നു ശ്രമം. അതായിരുന്നു യഥാർത്ഥത്തിൽ ബഹളം. ഇത് കണ്ട് ചിരിച്ച മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ചിരിയെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിച്ചു, ബഹളം വെച്ചു. ആ ബഹളത്തിനിടയിൽ ചോദ്യങ്ങൾ കേൾക്കാൻ കഴിയാത്ത ഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ എന്നെ കരുവാക്കരുത് നിങ്ങളുടെ കിടമത്സരത്തിലേക്ക് എന്ന്. അതിനുശേഷവും ചോദ്യങ്ങൾ അതേപോലെ ആവർത്തിച്ചു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു രീതിയുണ്ട് തിരുവനന്തപുരത്ത്. 2002 മുതൽ തിരുവനന്തപുരത്ത് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന, റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നിരവധി വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നിരവധി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്ത, മുഖ്യമന്ത്രിമാരുടെ വാർത്താ സമ്മേളനം കവർ ചെയ്ത ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റൊരാൾ മിണ്ടാതിരിക്കും. ഓരോരാളും ചോദ്യം ചോദിച്ച് പോകുന്ന രീതിയായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഒരു പ്രത്യേക ചോദ്യം ചോദിക്കണമെങ്കിൽ കൈ ഉയർത്തും. സ്വാഭാവികമായും മുഖ്യമന്ത്രി ശരി ചോദിക്കൂ എന്ന് പറയും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഒന്നിലധികം ആളുകൾ കൈ ഉയർത്തിയാൽ അവർക്കെല്ലാം സമയം കൊടുക്കും. ഇതായിരുന്നു ഒരു രീതി. അതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ, എന്ന് വെച്ചാൽ അടുത്ത് നടന്ന വാർത്താ സമ്മേളനമെല്ലാം ഒരു 6-5 മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബഹളത്തിനിടയിൽ മുഖ്യമന്ത്രി ചിരിച്ചപ്പോൾ ആ ചിരിയെ പോലും പരിഹസിക്കുന്ന, വ്യക്തിയാധിക്ഷേപം നടത്തുന്ന മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയുമാണ് നാം കണ്ടത്. ഏഷ്യാനെറ്റ് ആ ചിരി മാത്രം എടുത്ത് പ്രത്യേകം വാർത്ത നൽകി. ആ വാർത്ത ഒന്ന് കേട്ടാൽ മാത്രം മതി എപ്പോഴാണ് മുഖ്യമന്ത്രി ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും. ആ ചിരിക്കുന്നത് ചോദ്യം കേൾക്കാത്ത സമയത്താണ്, ബഹളം ഉയർന്ന സമയത്താണ്. അപ്പോഴും ഉയർന്നു കേട്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി. ഇന്നത്തെ മാതൃഭൂമിയുടെ 5-ാം പേജിൽ കൃത്യമായി ചോദ്യവും ഉത്തരവും കൊടുത്തിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും, കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. പക്ഷേ എന്നാൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രൂപത്തിലാണ് വാർത്തകൾ നൽകിയത്, അന്തിച്ചർച്ച നടത്തിയത്. അതിൽ മുന്നിൽ നിന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. ഈ ചിരി മാത്രം എടുത്ത് മുഖ്യമന്ത്രിയെ കളിയാക്കിക്കൊണ്ട് വാർത്ത നൽകി. വ്യക്തിപരമായ അധിക്ഷേപമാണ് ഏഷ്യാനെറ്റ് നടത്തിയത്, ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് സത്യവുമാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിക്കുന്ന, മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയും കഴിഞ്ഞ എത്രയോ വർഷമായി മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തിട്ടും മല പോലെ നിൽക്കുന്ന പിണറായി വിജയനെയാണ് കാണാൻ കഴിയുന്നത്. ഇനി ആ വഴി സ്വീകരിച്ചാൽ ശരിയാകില്ല, ഇനി വേണ്ടത് വ്യക്തിയധിക്ഷേപമാണ് എന്ന് ധരിച്ച് അതിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. അതിനുശേഷം നോക്കൂ, മാധ്യമം ദിനപത്രം മറുപടി ഹാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ദിനപത്രം വാർത്ത കൊടുത്തിരിക്കുന്നത്. അതേപോലെ മലയാള മനോരമ ചിരിച്ചു ക്ഷമിച്ചു ഹാ പൂരം കലക്കലിൽ അന്വേഷണ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിരിയെ കളിയാക്കിക്കൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ്
വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മാതൃഭൂമിയാണ് അടവ് ഒഴിവ് അവിടെയും വരുന്നുണ്ട് ചിരി, ചിരിച്ചു തള്ളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പ്രത്യേക വാർത്തയും കൊടുത്തിരിക്കുന്നത്. അതേ മാതൃഭൂമി, ആ മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിൽ, അകത്തെ പേജിൽ, 6-ാം പേജിൽ എന്താണ് ചോദ്യം, എന്താണ് ഉത്തരമെന്ന് കൃത്യമായും പൂർണ്ണമായും കൊടുത്തിട്ടുമുണ്ട്. അപ്പോഴെങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കല്ലേ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ല എങ്കിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ചോദ്യോത്തരം കൊടുക്കാൻ കഴിയുന്നത് മാതൃഭൂമി പത്രത്തിന്? ഈ ചോദ്യമൊക്കെ ഉയർന്നുമുണ്ട്. ഏതായാലും ഇവിടെ സംഭവിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയെ അതിനു മുമ്പ് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയെ ഒക്കെ ഏകപക്ഷീയമായി കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ നിലപാടിന് എതിരെയായിരുന്നു. ആ നിലപാടിന് എതിരെ വിമർശനം ഉന്നയിക്കുകയും അതിന് കൃത്യം മറുപടി പറഞ്ഞു പോവുകയും ചെയ്തു. അതല്ലെങ്കിൽ അന്ന് പ്രചരിപ്പിച്ച കള്ളവാർത്തകൾ പിന്നീട് കള്ളമാണ് എന്ന് തെളിയുകയും ചെയ്തു. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, 2ാം തവണയും മുഖ്യമന്ത്രിയായി, ഇനി ചിലപ്പോൾ 3ാം തവണയും മുഖ്യമന്ത്രി ആയിക്കളയുമോ എന്ന പേടിയാണ് മാധ്യമങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നേരത്തെ നിലപാടിനെ എതിർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ വാർത്തയും അന്തിച്ചർച്ചയും ഒക്കെ. വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് നീങ്ങുന്നത് സ്വയം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഉയർത്തിക്കാണിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസത്തെ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത രീതി പരിശോധിച്ചാൽ അത് മാധ്യമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സ്പെസിമനായി നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഭാവിയിലെ മാധ്യമപ്രവർത്തകർ ഇന്നത്തെ മാധ്യമപ്രവർത്തകരോടും മാധ്യമങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരിക തന്നെ ചെയ്യും. കാരണം എല്ലാ കാലവും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ കഴിയില്ല.